വെൽക്കം ബാക്ക് ടു മോംസ് ടെക്കർ. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മൾ ബെഡും ബെഡ്ഷീറ്റും സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി ബെഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സമയം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് റുട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്യാം. അതൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ആദ്യം നമ്മൾ ബെഡ്ഷീറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബെഡിൽ എപ്പോഴും ഒരു ബെഡ് കവർ ഇടണം. അത് നിർബന്ധമാണ്. പക്ഷേ എനിക്ക് ബെഡ് കവർ ഞങ്ങൾ ബെഡിനനുസരിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അന്നൊക്കെ വീട് പാലിച്ച സമയത്തൊക്കെ ഒത്തിരി അന്വേഷിച്ചു. പിന്നെ ഞാൻ അന്വേഷിക്കാനായിട്ട് പോയതുമില്ല കേട്ടോ. അതാണ് ഓൾറെഡി സത്യം. ചിലപ്പോൾ സൈസിനുള്ളത് കിട്ടിക്കാണും. ആക്ച്വലി ബെഡ് നമ്മൾ ഇവിടെ റൂമിലിട്ട് തന്നെ പണിതതാണ്. നമ്മൾ ഇൻറ്റീരിയർ തടിയൊന്നുമല്ല, മൾട്ടിവുഡാണ്. അപ്പോൾ അതിട്ട് പണിതതാണ്. അപ്പം ഇച്ചിരി കിങ് സൈസിനേക്കാൾ ശകലം കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒത്തിരി അന്വേഷിച്ചാണ്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പഴയ ബെഡ്ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതാദ്യം ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ബെഡ്ഷീറ്റ് ഞാൻ എപ്പോഴും ബെഡിൽ ഇടാറുള്ളത്. അപ്പോൾ ആക്ച്വലി ഒരു പഴയതും ഇടും. അത്യാവശ്യം നല്ല പഴയത് മീൻസ് ഉപയോഗിച്ച് അതിൻ്റെ കളറൊക്കെ പോയൊന്നായിരിക്കും. പിന്നെ നല്ലൊരു ബെഡ്ഷീറ്റും കൂടെ ഞാൻ വിരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബെഡ് കവർ ഉണ്ടെങ്കിൽ ആദ്യം അതിട്ട് ബെഡിന് സെക്യൂറാക്കി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് വാട്ടർ പ്രൂഫൊക്കെ ലഭിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുള്ളവരുടെ കാര്യത്തിൽ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങ് പൊയ്ക്കോളും, ബെഡിലോട്ട് ആകത്തില്ല. ബെഡ് എപ്പോഴും വൃത്തിയായിരിക്കണം. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ്, അടിയിലൊരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ബെഡ് കവർ നിർബന്ധമായിട്ട് ഇടണം. നെക്സ്റ്റ്, ആക്ച്വലി ഞാൻ ഈ ബെഡ്ഷീറ്റ് രണ്ട് രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ബെഡ്ഷീറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിടക്കും. ഈ മക്കളൊക്കെ ആണെങ്കിൽ കിടന്ന് എണീച്ച്, ഈവൻ നമ്മളായാലും എണീച്ച് കഴിയുമ്പോൾ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മാറുകയൊക്കെ ചെയ്യല്ലേ. എപ്പോഴും നമുക്കത് പറ്റില്ല. അപ്പം ഞാനൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ ബെഡ്, ഞാൻ ആക്ച്വലി തറകണിരിക്കുന്നത് ബെഡ് പുഷ് ചെയ്ത് ബാക്കിലോട്ട് എടുത്തിട്ട് ബെഡ്ഷീറ്റിൻ്റെ രണ്ട് സൈഡും തമ്മിൽ നല്ലോണം കെട്ടുവേണേ. അപ്പോൾ കെട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കും, ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കിങ് സൈസാണ്. അപ്പം ഞാൻ കിങ് സൈസ് ആണെങ്കിലും അതിനേക്കാൾ നല്ല നീളത്തിലുള്ള ബെഡ്ഷീറ്റാണ് ആക്ച്വലി ഞാൻ ഈ കിങ് സൈസിൽ ഇടുന്നത്. എന്നാലേ കിങ് സൈസിനേക്കാൾ നമ്മൾ ബെഡ് എങ്ങനെയാണ്, ഇപ്പോൾ ക്യൂൻ സൈസ് ആണെങ്കിൽ നിങ്ങൾ കിങ് സൈസ് ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ ബെഡിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി നീളം കൂടിയ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും കൂടെ വലിച്ചു മുറുക്കിക്കെട്ടണം. അപ്പം ഈ താഴ്ഭാഗം അതുപോലെ ടോപ്പ് സൈഡ്. അപ്പോൾ ടോപ്പ് സൈഡ് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. ഓൾറെഡി ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് വലിച്ച് മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇടയ്ക്കുള്ള ചുളിവൊക്കെ മാറ്റി നല്ല ടൈറ്റായിട്ട് ബെഡ്ഷീറ്റ് അങ്ങോട്ട് ഓരോ സൈഡിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. ഇനി നമുക്കത് അകത്തോട്ട് പുഷ് ചെയ്ത് വെച്ചാലോ. ഇനി ഞാൻ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, ഇതെല്ലാം റെഡിയായ ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ടാണ്, അപ്പം നമ്മളിത് ആദ്യം കെട്ടുമ്പോൾ നല്ല വൃത്തിയായിട്ടൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ പതുക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ എഡ്ജൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. നമ്മൾ എത്ര കുത്തി മറിഞ്ഞാലും കൊച്ചുങ്ങളൊക്കെ ഉള്ള വലിയ പിള്ളേരൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും, എന്നാലും എണീക്കുമ്പോഴൊക്കെ ഓക്കെ. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകുന്ന അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ബെഡ് വന്നിട്ടുണ്ട്. കണ്ടോ, ബെഡ്ഷീറ്റ് നമ്മൾ ഇളവാത്ത രീതിയിൽ ഏകദേശമല്ല, നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി രണ്ട് സൈഡ് മോൾ ഭാഗം ഒന്നും അങ്ങ് വലിഞ്ഞൊന്നും പോകത്തില്ല, അത് ഷുവറാണ്, ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ രണ്ട് മുകളിലും കിട്ടണം, താഴ്ഭാഗവും കിട്ടണം. ഇനി നമുക്ക് അതിൻ്റെ പില്ലോ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ കുഷൻ ടൈപ്പ് പില്ലോസ് ഇല്ല, ഞാൻ ഈ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേറ്റീവ് ആയാലും കുഷൻ ടൈപ്പ് നമ്മൾ സോഫ സെറ്റിൽ കിട്ടുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ടൊക്കെ മനോഹരമാക്കാം. പില്ലോ കവർ ഇടുമ്പോൾ എപ്പോഴും ഈ ഓപ്പൺ ആയിട്ടുള്ള പില്ലോയ്ക്ക് ഒരു ഓപ്പൺ ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ബാക്കിൽ വയ്ക്കുന്നതായിരിക്കും ഭംഗിയായിട്ട് തോന്നുന്നത്. ഫ്രണ്ടിൽ അത് എല്ലാവർക്കും അറിയായിരിക്കും, ഭംഗിയായിട്ട് തോന്നുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ബാക്കി വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നല്ല ഭംഗിയുള്ള കുഷൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഞാനൊരു പില്ലോ, വേറൊരു ഡിഫറെൻറ്റ് കളറിലുള്ള പില്ലോ കവർ ഇട്ട് ഞാൻ വേറൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ബെഡിൽ എപ്പോഴും 3 പില്ലോസ് ഇടാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളയ മോളിങ്ങനെ ഒരു പില്ലോ ഒക്കെ വെച്ച് കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ഒരു മൂന്നാമതൊരു പില്ലോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ കംഫർട്ടുണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതും നമുക്ക് ഒരു രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി, നല്ല തണുപ്പ് കാലമൊക്കെ ആണല്ലോ, ഇതേ മെത്തേഡ് നമുക്ക് ബെഡ്ഷീറ്റിൽ ഉപയോഗിക്കും. ഞാൻ ആക്ച്വലി കംഫർട്ട് എടുത്തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ മെത്തേഡ്, നമ്മൾ എല്ലാ സൈഡും നല്ല ഈക്വലായിട്ട് ഇടണം. എന്നിട്ട് വലിച്ചത് മുകളിലോട്ട്
സെറ്റാക്കിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റിന് പകരവും ആവും, ബെഡ് നല്ല വൃത്തിയായിട്ടും കിടക്കും. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചത് ഇപ്പോഴേ കാണുമ്പോഴേക്കും മനസ്സിലാവും. അത്യാവശ്യം ഇതെല്ലാം നീറ്റാണ്. നമ്മൾ ഹോട്ടൽ റൂംസിലെ ബെഡ് സെറ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കണ്ടോ? അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ കംഫർട്ട് ഇടുമ്പോൾ നല്ല ഹെവി ആണല്ലോ ഇച്ചിരി കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇച്ചിരി നല്ല ടൈറ്റായിട്ട് അങ്ങ് കിടന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, കണ്ടോ? ഓക്കെ, ഇത് നല്ല നീറ്റായിരുന്നു. ഇനി നെക്സ്റ്റ് മെത്തേഡ് ജസ്റ്റ് ഞാനൊന്ന് റെഡി ആവട്ടെ. നെക്സ്റ്റ് മെത്തേഡ് നിങ്ങൾ ഇത് തന്നെയാണ്. നമ്മൾ ഹോട്ടലിലാണ് ഇത് കൂടുതൽ ഈ മെത്തേഡ്സുകളൊക്കെ കാണുന്നത്. ഇത് വീടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി ഡെക്കറേറ്റീവ് പീസായിട്ട് നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, നമുക്ക് ഗസ്റ്റ് റൂം കാണുമല്ലോ, ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർ റൂമിലൊക്കെ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് അവർ വരുന്നത് വരെ അവർക്കൊരു പ്ലസൻറ്റ് ലുക്ക് കിട്ടാനും പോസിറ്റീവ് വൈബ് കിട്ടാനും വേണ്ടി നമുക്ക് റൂമൊക്കെ ഇങ്ങനെ ഒരുക്കി വയ്ക്കാം. പക്ഷേ ഇത് ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ആണെന്ന്. നമ്മളെപ്പോഴും ഡെയിലി നമുക്ക് അങ്ങനെ ഇങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമൊന്നും കാണത്തില്ല. അത്യാവശ്യം എല്ലാവരും നോർമലായിട്ട് മടക്കുന്ന രീതിയിൽ അങ്ങ് മടക്കി വയ്ക്കും. ഓക്കെ, അപ്പോൾ സം ഒക്കേഷനിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ മോഡിലോ ഒക്കെ നമുക്ക് ഗസ്റ്റിൻ്റെ അങ്ങനെയുള്ള ആ കാര്യങ്ങളിലൊക്കെ നമുക്കിതുപോലെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് എടുക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട്? അസൽ നമ്മുടെ ഹോട്ടലിലെ റൂം പോലെ തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളാണ്ട അടിഭാഗം കണ്ടോ, താഴ്ഭാഗം നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ? നമ്മൾ ആ കംഫർട്ട് എടുത്ത് മൂടിയാലും ആ മുകൾ ഭാഗത്തൊന്നും ഒരു അനക്കമോ ചുളിവോ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നോർമലായിട്ട് തന്നെ കംഫർട്ടൊക്കെ നമുക്ക് നോർമലായിട്ട് മടക്കി ഇങ്ങനെ നമ്മൾ നോർമൽ ഇടത്തില്ലേ ഇതുപോലെ ഇട്ടാലും ഓക്കെയാണ്. ഇതെല്ലാം നമ്മുടെ ഒരു കംഫർട്ടാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരുക്കാം. ഓക്കെ, നമ്മുടെ സൗകര്യമൊക്കെ നോക്കുക. നെക്സ്റ്റ്, കംഫർട്ട് ഇല്ല എങ്കിൽ നമുക്ക് നോർമൽ ബെഡ്ഷീറ്റും ഇതുപോലെ മടക്കി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് രാവിലെ ഇതിനൊന്നും നേരം കാണൂല, എനിക്കറിയാം. ഈ പറയുന്ന ഞാനായാലും അങ്ങനെയൊന്നും ചെയ്യാമല്ലോ, മടക്കിയെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കും. പക്ഷേ ഇതുപോലെ ഒന്നും മെനക്കെട്ട് മോർണിംഗ് നമുക്ക് ടൈം കാണത്തില്ല. ഇനി നെക്സ്റ്റ് വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ എപ്പോഴും ബെഡ്ഷീറ്റ് നല്ല നമ്മുടെ ബെഡിൻ്റെ സൈസിനേക്കാളും കുറച്ചൊരു നീളം കൂടിയ ബെഡ്ഷീറ്റ് എടുത്താലേ ഇതൊക്കെ പ്രാക്ടിക്കൽ ആവത്തുള്ളൂ. 4 കോർണറും ഇതുപോലെ ഒരു ടൈറ്റ് നോട്ടിട്ട് കെട്ടി വെക്കണം. എന്നിട്ട് ഇതുപോലെ ബെഡ് കവർ പോലെ നമുക്ക് ഇതുപോലെ കണ്ടോ, ബെഡിനെ കവർ പോലെ ആയില്ലേ? ബെഡ് കവറിൻ്റെ 4 എഡ്ജും ഇങ്ങനെ ഒരു കോർണർ പോലെ ഇരിക്കത്തില്ലേ, ഒരു സിബ് ലോക്ക് പോലെ. അപ്പോൾ അതുപോലെ നല്ല ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഇത് ആദ്യത്തെ മെത്തേഡിനേക്കാളും സൂപ്പറാണ് ഈ മെത്തേഡ്. പക്ഷേ ഈ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബെഡിനേക്കാളും കുറച്ചൊരു സൈസ്, ഇപ്പോൾ ക്യൂൻ സൈസ് ആണെങ്കിൽ ഓക്കെ. ക്യൂൻ സൈസ് ബെഡ് ആണെങ്കിൽ കിങ് സൈസ് എടുത്താൽ ഇതുപോലെ സൂപ്പറായിരിക്കും. പക്ഷേ കിങ് സൈസ് ബെഡ് ആണെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് അന്വേഷിച്ച് കുറച്ച് നടക്കേണ്ടി വരും കേട്ടോ. കിങ് സൈസിനേക്കാളും സൈസ് കൂടിയ ബെഡ്ഷീറ്റ് ഉണ്ട്, പക്ഷേ റെയറാണ് കേട്ടോ. അപ്പോൾ 4 സൈഡ് നല്ല നോട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെക്കണം കേട്ടോ. എല്ലാം നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ടോ? ഇനിയും ഈ ബെഡ്ഷീറ്റ് ഇവിടുന്ന് അനങ്ങത്തില്ല കേട്ടോ. ഇത് നല്ലൊരു സൂപ്പർ മെത്തേഡാണ് കേട്ടോ. ഇത് നമ്മൾ എത്ര ചാടിയാലും തുള്ളിയാലും ഒരു ചുളിവ് പോലും വീഴത്തില്ല. അഥവാ ചുളിവ് വീഴുന്നാലും ജസ്റ്റ് ഇതൊന്നും തുടച്ചു കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും. ഈ മെത്തേഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. ഇനിയിപ്പോൾ നോക്കാം, ഞാൻ കുറച്ചെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാനൊന്ന് ബെഡൊന്ന് സൂപ്പറാക്കി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാമേ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്